ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എഞ്ചിനീയേഴ്സ് PSCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സിന്ധു നദിയെക്കുറിച്ച് പഠിക്കാം. ഗംഗാ നദിയെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അതുപോലെ കേരള നദികളെക്കുറിച്ചും വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും കാണുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അഥവാ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഏറ്റവും വലിയ നദി. ഹിമാലയൻ നദികളിലും ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗാ നദിയാണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ്. അതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയും സിന്ധു നദിയാണ്. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ്. സിന്ധു നദി ഉത്ഭവിക്കുന്നത്. സിന്ധു നദി പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ് സിന്ധു നദി പതിക്കുന്നത്. സിന്ധു നദിയുടെ പ്രധാന പോഷക നദികൾ രവി, ബിയാസ്, സത്ലജ്, ചിനാബ്, ഝലം. 5 നദികളാണ് സിന്ധു നദിയുടെ പ്രധാന പോഷക നദികൾ. സിന്ധു നദിയുടെ പോഷക നദികൾ ഓർത്തിരിക്കാൻ ഒരു കോഡുണ്ട്. രവി BSC ജയിച്ചു എന്നോർത്താൽ മതി. രവി, ബിയാസ്, S സത്ലജ്, C ചിനാബ്, ജയിച്ചു എന്നതിൽ ഝലം എന്നോർക്കണം. രവി BSC ജയിച്ചു. രവി, ബിയാസ്, സത്ലജ്, ചിനാബ്, ഝലം. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ പോഷക നദിയാണ് ബിയാസ്. അതുപോലെ പ്രാചീന കാലത്ത് വിപാസ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ബിയാസ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. സിന്ധു നദിയുടെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസും സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി സത്ലജുമാണ്. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സത്ലജ്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയാണ് സിന്ധു നദി. സിന്ധു നദിയുടെ നീളം എത്ര കിലോമീറ്ററാണ്? 3200 കിലോമീറ്ററാണ് സിന്ധു നദിയുടെ നീളം. അതുപോലെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ നീളം 709 കിലോമീറ്ററാണ്. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരമാണ് 709 കിലോമീറ്റർ. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് നദിയിലാണ്. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാൽ സത്ലജ് നദിയിലാണ്. പാകിസ്ഥാൻ്റെ ദേശീയ നദി സിന്ധു നദിയാണ്. പാകിസ്ഥാൻ്റെ ദേശീയ നദി. പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്നത്. പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദിയാണ് രവി നദി. സിന്ധു നദിയുടെ ഒരു പോഷക നദിയാണ് രവി. പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദിയാണ് രവി. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കേന്ദ്രമായ ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് രവി തീരത്താണ്. രവി തീരത്താണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കേന്ദ്രമായ ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് എന്നാണ്? 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് എന്നാണ്. 1960 സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയൂബ് ഖാനും തമ്മിലാണ് നദീജല കരാറിൽ ഒപ്പുവെച്ചത്. സപ്തസിന്ധു എന്നറിയപ്പെടുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധുവും 5 പോഷക നദികളും സരസ്വതിയും ഉൾപ്പെടുന്ന നദികളെയാണ് സപ്തസിന്ധു എന്നറിയപ്പെടുന്നത്. സിന്ധു, രവി, ബിയാസ്, സത്ലജ്, ചിനാബ്, ഝലം, സരസ്വതി. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന സപ്തസിന്ധു എന്നറിയപ്പെടുന്ന 7 പുണ്യ നദികളാണ് സിന്ധു, സരസ്വതി, ബിയാസ്, രവി, സത്ലജ്, ഝലം, ചിനാബ്. സിന്ധു നദി ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ് ലേ. പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൻ്റെ തലസ്ഥാനമാണ് ലേ. കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ച് ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തായിരുന്നു. കാണാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും കാണുക. പുതിയ 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു നദി. അറബിക്കടലിലാണ് സിന്ധു നദി പതിക്കുന്നത്. ഗംഗാനദി പതിക്കുന്നതും ബ്രഹ്മപുത്ര പതിക്കുന്നതും എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദിയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയും സിന്ധു നദിയാണ്. ഗംഗാനദിയും ബ്രഹ്മപുത്ര നദിയും കിഴക്കോട്ടാണ് ഒഴുകുന്നത്. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഝലം നദിയിലാണ് കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി. അതുപോലെ ഉറി പവർ പ്രോജക്റ്റും
ഝലം നദിയിൽ തന്നെയാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്